30-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്, സംസ്കാരമില്ലാത്തവനും അജ്ഞാനിയുമായിട്ടുള്ള ചില ആളുകൾ എല്ലാ അർത്ഥത്തിലും ശ്രേഷ്ഠരായ ആളുകളെ ബഹുമാനിക്കാതിരിക്കാറുണ്ട്. അങ്ങനെയുള്ളവർക്കും നരകദുഃഖം അനുഭവിക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. അഥച, അതിനു പുറമെ, യഹതു ഇഹവൈ, ഈ ഭൂമിയിൽ വെച്ച് ഒരാൾ സ്വയം അധമ സ്വഭാവം, അത് ജന്മഗുണമായി കിട്ടിയതാകാം, അല്ലെങ്കിൽ ദുർജന സംസർഗം കൊണ്ട്, അതുമല്ലെങ്കിൽ വലിയ വിദ്യാഭ്യാസമോ സാംസ്കാരികമായ അടിത്തറയോ ഒന്നുമില്ലെങ്കിലും ഒരുപാട് പണമുണ്ടാക്കി ഈ ലോകത്ത് പണം കൊടുത്ത് എന്തും വിലക്ക് വാങ്ങിക്കാം എന്നൊക്കെ അഹങ്കരിക്കുന്ന ചില ആളുകളുണ്ട്. അവർ ആത്മസംഭാവനേന, താൻ വലിയ ആളാണെന്നുള്ള നടിത്തത്താൽ ജന്മ തപോ വിദ്യാചാര വർണ്ണാശ്രമവതഃ, ജന്മശുദ്ധി, തപശക്തി, ജ്ഞാനം, സദാചാരം, വർണ്ണാശ്രമ ധർമാനുഷ്ഠാനം എന്നിവയുള്ള വരീയസഹ, ശ്രേഷ്ഠ പുരുഷന്മാരെ ന ബഹുമന്യേത, ബഹുമാനിക്കാതിരിക്കുന്നുവോ, അങ്ങനെയുള്ളവൻ യഥാർത്ഥത്തിൽ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നുവെങ്കിലും സത്യത്തിൽ അവൻ മൃതനാണ്, ജീവച്ഛവമാണ്. അതാണ് സഹ മൃതകഃ ഏവ, അവൻ മൃതപ്രായം തന്നെയാണ്. എങ്കിലും നമ്മൾ സാധാരണ പറയുന്ന രീതിയിൽ ജീവൻ വേർപെട്ട് മൃത്വാ, മരിച്ചു കഴിഞ്ഞാൽ ക്ഷാരകർദ്ദമേ നിരയേ, ക്ഷാരകർദ്ദമം എന്ന നരകത്തിൽ അവാക്ഷിരാഹ, തലകീഴായി നിപാതിതഃ, മറിക്കപ്പെട്ട്, ദുരന്താഹ, അറ്റമില്ലാത്ത യാതനാഹ, വേദനകൾ അശ്നുതേ, അനുഭവിക്കുന്നു. അവനവന് അറിവില്ലാത്തത് പോകട്ടെ, അറിവുള്ളവരെ ബഹുമാനിക്കാതിരിക്കുക. അതുപോലെ സ്വയം സംസ്കാരശൂന്യരായി ജീവിക്കുമ്പോൾ സംസ്കാരമുള്ളവരെ അപമാനിക്കുക. ഇങ്ങനെ തനിക്ക് ഇല്ല എങ്കിൽ പോലും അത് ഉള്ളവരെ ബഹുമാനിക്കാൻ അറിയാത്ത ആളുകൾക്ക് കിട്ടുന്ന നരകമാണ് ക്ഷാരകർദ്ദമം. അവിടെ എത്തിച്ചേർന്നാൽ തലകീഴായി മറിക്കപ്പെട്ട് അറ്റമില്ലാത്ത വേദനകൾ അനുഭവിക്കേണ്ടി വരുന്നു. ഇനി പറയുന്നത്, ഈശ്വര ആരാധനയിൽ തികച്ചും അധമ രീതിയിലുള്ള ആരാധനയാണ് നരബലി കൊടുത്തുകൊണ്ടുള്ള, അല്ലെങ്കിൽ മൃഗബലി കൊടുത്തുകൊണ്ടുള്ള ആരാധന. അങ്ങനെ ആരാണോ ചെയ്യുന്നത് അവർക്ക് കിട്ടുന്ന നരകത്തെ കുറിച്ച് പറയുന്നു. ഇഹതു, ഈ ലോകത്തിൽ വെച്ച്, യേ പുരുഷാഹ വൈ, യാവ ചില പുരുഷന്മാർ, നരമേധേന, നരബലി കൊണ്ട് ദുർദേവതകളെ യജന്തേ, ആരാധിക്കുകയും, ഇനി യാ സ്ത്രീയഃ, ഇതുപോലെ സ്ത്രീകൾ, നൃപശൂൻ, നരബലി ചെയ്ത ആ നരമാംസത്തെ ഖാദന്തിച്ച, ഭക്ഷിക്കുകയും ചെയ്യുന്നുവോ, താഞ്ച, ആ പുരുഷന്മാരെയും സ്ത്രീകളെയും, ഇഹ പശവഹ ഇവ, ഈ ലോകത്തിലായിരുന്നപ്പോൾ ബലിമൃഗങ്ങളെ പോലെ ആരാണോ കൊല്ലപ്പെട്ടത്, നിഹതാഹ, കൊല്ലപ്പെട്ടവരായ തേ, അവർ, യമസദനെ, അന്തകന്റെ പുരത്തിൽ എത്തിയാൽ അവർ, ഈ ബലിമൃഗങ്ങളാക്കപ്പെട്ടവർ, രക്ഷോഗണാഹ ഭൂത്വ, അവർ രാക്ഷസികളായി ഭവിക്കുന്നു, രാക്ഷസന്മാരായി ഭവിച്ച്, ആരാണോ ഇവരെ ബലി കൊടുത്തത് അവരെ, ഈ രക്ഷോഗണങ്ങളായി ഭവിച്ച ആ ബലി ചെയ്യപ്പെട്ടവർ, സൗനികാഹ ഇവ, കശാപ്പുകാരെന്ന വിധം, സ്വധിതിന അവതാര്യ, തങ്ങളുടെ കയ്യിലുള്ള ആയുധം കൊണ്ട്, ആയുധം കൊണ്ട് കുത്തിപ്പിളർന്ന്, യാതയന്തഃ, തീവ്രമായ വേദനയേൽപ്പിച്ചുകൊണ്ട്, യഥാ ഇഹ പുരുഷാദഃ, ഈ ലോകത്ത് ആ നരഭുക്കുകൾ, അതുകൊണ്ടാണ് അവർ നരബലി ചെയ്ത് ആ മാംസം ഭക്ഷിച്ചത്. അപ്പോൾ ഈ ലോകത്ത് ഏത് രീതിയിൽ ആ നരഭുക്കുകൾ ഈ ബലി കൊടുക്കുന്നവരെ വേദനിപ്പിച്ചുവോ, അല്ലെങ്കിൽ അത് അവരുടെ മാംസം കഴിക്കുകയും ചോര കുടിക്കുകയും ചെയ്തുവോ, അതുപോലെ ആ നരകലോകത്തെത്തി അവരാൽ പീഡിപ്പിക്കപ്പെട്ടവർ ഇവരെ ഭക്ഷിക്കുന്നു. അതുപോലെ അസൃക് പിബന്തി, അവരുടെ ചോര കുടിക്കുന്നു. എന്നിട്ട് ഹൃഷ്യമാണാഹ,
അവർ ഹർഷത്താൽ ഉല്ലസിച്ചുകൊണ്ട് നൃത്യന്തിച്ച ഗായന്തിച്ച തുള്ളിച്ചാടുകയും പാട്ടുപാടുകയും ചെയ്യുന്നു. ഈ നരകത്തിന്റെ പേര് രക്ഷോഗണ ഭോജനം എന്നാണ്. ഇനി മൃഗങ്ങൾക്കാണെങ്കിലും അവരുടേതായ ഒരു ബുദ്ധി ഉണ്ട്. അപ്പോൾ ആ ബുദ്ധിയിൽ അവർ മനുഷ്യരെ വിശ്വസിക്കുന്നു. ഇങ്ങനെ ഇണക്കി പാട്ടിലാക്കിക്കൊണ്ട് വന്നിട്ട് അവരെ, ആ മൃഗങ്ങളെ വധിച്ചാലുള്ളവർക്ക് കിട്ടുന്ന നരകത്തെ കുറിച്ചാണ് 32-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഏതു ഇഹവൈ, ഈ ഭൂമിയിൽ വെച്ച് ആരാണോ അരണ്യേ ഗ്രാമേവ, കാട്ടിലോ നാട്ടിലോ വെച്ച് വൈശ്രംഭകൈഹി, അവരെ വിശ്വസനീയമായ ഉപായങ്ങളിൽ കൂടി ഇണക്കി ഉപവിശ്രംഭയ്യ, ഇണക്കി പാട്ടിലാക്കിയിട്ട് അപ്പോൾ അവർ വിശ്വസിച്ച്, ആ മൃഗങ്ങൾ ഈ മനുഷ്യനെ വിശ്വസിച്ച് ഉപസൃതാൻ, അരികിൽ വന്ന് ചേർന്ന് കഴിഞ്ഞാൽ, അങ്ങനെ അരികിൽ വന്ന് ചേർന്നവയും അനാഗസഹ, നിരപരാധികളും ജിജീവിഷൂൻ, ജീവനിൽ കൊതിയുള്ളവയുമായ പ്രാണികളെ, അതും വളരെ ക്രൂരമായിട്ട് ശൂലസൂത്രാദിഷു, കൂർത്ത കോലിന്മേൽ അവരെ കുത്തി നിർത്തിയിട്ട് അല്ലെങ്കിൽ ചരടിൽ കുത്തിയിട്ട് ഇങ്ങനെയൊക്കെ കോർത്തു ബന്ധിച്ച് ക്രീഡനകതയാ, ഇത് ചെയ്യുന്നവർക്ക് ഒരു കളിതമാശ, ആ പിടയുന്ന ജീവനെ കുറിച്ച് ചിന്തിക്കാതെ ക്രീഡനകതയാ യാതയന്തി, ആ മൃഗങ്ങളെ കളിപ്പാട്ടമെന്ന നിലയിൽ ആരാണോ ദ്രോഹമേൽപ്പിക്കുന്നത് അവർ തേ അഭിച പ്രീത്യ, അവർ മരിച്ച ശേഷം യമയാതനാസു, യമദണ്ഡന പ്രദേശങ്ങളിലെ ശൂലാദിഷു, അവിടെയുള്ള ശൂലാദികളിൽ ഇത്തരക്കാരുടെ ശരീരം ഇതേപോലെ പ്രോതാത്മാനഹ, കോർക്കപ്പെട്ടിട്ട് ക്ഷുദ്രിഭ്യാം, പൈതാഹങ്ങളാൽ അഭിഹതാച്ച, സംപീഡിതരായും, ഇത് കൂടാതെ നിഗ്മതുണ്ടൈഹി കങ്കവടാദിഭിഹി, മൂർച്ച കൂടിയ കൊക്കുകളുള്ള കങ്കം വടം മുതലായ പക്ഷികളാൽ ഇതസ്തതഃ ആഹന്യമാനാഹ, തലങ്ങും വിലങ്ങും കൊത്തിവലിക്കപ്പെട്ടുകൊണ്ട് ആത്മശമലം, താൻ ഭൂമിയിൽ വെച്ച് ചെയ്തു പോയ ആ ദുഷ്കൃതത്തെ സ്മരന്തി, ഓർമ്മിപ്പിക്കുന്നു. നീ ഇന്നതൊക്കെ എന്നെ ഈ ഭൂമിയിൽ വെച്ച് ചെയ്തിട്ടുണ്ട്, അതിനുള്ള ശിക്ഷയാണ് നീ അനുഭവിക്കുന്നത് എന്ന് നരകത്തിൽ വെച്ച് അവരെ ഉപദ്രവിച്ചുകൊണ്ട് ഓർമ്മിപ്പിക്കുന്നു എന്ന് പറയുന്നു. ഈ നരകത്തിന്റെ പേരാണ് ശൂലപ്രോതം. ഇനി 33-ാമത്തെ ശ്ലോകത്തിൽ ദന്തശൂകം എന്ന നരകത്തെ കുറിച്ച് പറയുന്നു. ഇഹവൈ, ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഉൽബണ സ്വഭാവാഹ, ഒട്ടും ക്രൂര സ്വഭാവമുള്ള ഏ നരാഹതു, യാതൊരു മനുഷ്യരാണോ ദന്തശൂകാഹ യഥാ, വിഷജന്തുക്കളെ എന്നതുപോലെ സാധാരണ ഭൂതാനി, ജീവജാലങ്ങളെ ഉദ്വേജയന്തി, ശല്യപ്പെടുത്തുന്നത്, അങ്ങനെ ശല്യപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഉപദ്രവിക്കുന്ന ആ മനുഷ്യർ തേ അഭിപ്രേത്യ, മരിച്ചുപോയി കഴിഞ്ഞാൽ ദന്തശൂകാഖ്യേ, ദന്തശൂകം എന്നു പേരായ നരകേ നിപതന്തി, നരകത്തിൽ ചെന്നു വീഴുന്നു. ഹേ നൃപ, അല്ലയോ പരീക്ഷിത് രാജാവേ, ഈ ദന്തശൂക നരകത്തിന്റെ ഒരു പ്രത്യേകത, എത്ര, ഈ നരകത്തിൽ പഞ്ചമുഖാഹ സപ്തമുഖാഹ, 5 മുഖങ്ങളും 7 മുഖങ്ങളും ഉള്ള ദന്തശൂകാഹ, സർപ്പങ്ങൾ ഉപസൃത്യ, അരികിൽ ഇഴഞ്ഞെത്തി, ബിലേ ശയാൻ, ഒരു അളയിൽ കിടക്കുന്ന എലികളെ എന്ന വിധത്തിൽ, യഥാ ഗ്രസന്തി, പിടിച്ച് വിഴുങ്ങിക്കളയുന്നു. അപ്പോൾ ഇവിടെ ഈ ഭൂമിയിൽ വെച്ച് കൊടും ക്രൂരരായിട്ടുള്ള ആളുകൾ അവിടെ ആ നരകത്തിൽ ചെന്ന് കഴിഞ്ഞാൽ എലികളെ പോലെ പതുങ്ങി നിൽക്കും. അപ്പോഴാണ് ഈ 5ഉം 7ഉമൊക്കെ തലയുള്ള സർപ്പങ്ങൾ വന്ന് ഇവരെ കൊത്തിത്തിന്നുന്നത്. 34-ാമത്തെ ശ്ലോകത്തിൽ അവട നിരോധനം എന്ന നരകത്തെ കുറിച്ച് പറയുന്നു. ഇഹവൈ ഏതു, ഈ ലോകത്തിൽ വെച്ച് ആരാണോ അന്ധാവടകുസൂല ഗുഹാദിഷു, പടുകുഴികളിലും ഗുഹകളിലും ഒക്കെ
ഈ ചില മൃഗങ്ങളെ കൊണ്ടുപോയി ഇട്ടിട്ട് ഭൂതാനി ഈ ജീവജാലങ്ങളെ അതിനുള്ളിൽ നിരുന്ധന്തി ഇട്ടടക്കുക. അതായത് അവിടെ അവർ ശ്വാസം മുട്ടി മരിക്കണം എന്ന ദ്രോഹചിന്തയാൽ ജീവജാലങ്ങളെ ഇത്തരത്തിൽ ഇരുട്ട് നിറഞ്ഞ മുറിയിലോ ഗുഹയിലോ കൊണ്ടുപോയി ഇട്ടടച്ച് അങ്ങനെ അവരുടെ ജീവൻ നഷ്ടപ്പെടാൻ കാരണമാകുന്നത് തഥാ ഇങ്ങനെയുള്ളവരെ അമുത്ര പരലോകത്തിൽ വെച്ച് ഇതേപോലെയുള്ള തേഷു ഏവ ഉപവേശ്യ ഇത്തരം നരകക്കുണ്ടുകളിൽ പ്രവേശിപ്പിച്ച് ഇനി അതിൻ്റെ ആ ഗുഹാമുഖത്ത് സഗരേണ വിഷജ്വാലയുള്ള വന്നിന അഗ്നി കൊണ്ടും ധൂമേന പുക കൊണ്ടും നിരുന്ധന്തി വീർപ്പുമുട്ടിക്കുന്നു. ഇനി വീട്ടിൽ വരുന്ന അതിഥികളെ നിങ്ങൾ വന്നത് ഇഷ്ടപ്പെട്ടില്ല എന്ന രീതിയിൽ ആരാണോ അവരെ നോക്കുന്നത് അവർക്കും ശിക്ഷയുണ്ട്. അതാണ് 35-ാമത്തെ ശ്ലോകം. ഇഹ വൈ യഹ ഗൃഹപതിഹി തു യാതൊരു ഗൃഹനാഥനാകട്ടെ അതിഥീൻ അതിഥികളെയോ അഭ്യാഗതാൻ വാ യാചിച്ചുകൊണ്ടൊക്കെ വരുന്നവരെയോ ഉപഗതമന്യുഹു കോപഭാവം പൂണ്ട് പാവേന ചക്ഷുഷ വക്രിച്ച കണ്ണുകളാൽ ദിധിക്ഷുഹു ഇവ അവനെ ദഹിപ്പിക്കുവാൻ ഭാവിക്കുമാറ് അസകൃത് നിരീക്ഷത്തെ പലവട്ടം നോക്കുന്നത് തസ്യ അങ്ങനെയുള്ള അവന്റെ പാപദൃഷ്ടേഹേ ആ കുടില നേത്രന്റെ ച അഭി അവന്റെയും അക്ഷിണി കണ്ണുകളെ നിറയെ നരകത്തിലെ വജ്രതുണ്ടാഹ വജ്രക്കൊക്കുകളുള്ള ഗൃധ്രാഹ കഴുകന്മാരും കങ്കകാക വടാതയ പരുന്തുകളും കാക്കകളും കൊക്കുകളും പ്രസഹ്യ കടന്നാക്രമിച്ച് ഉരുബലാത് അതിശക്തിയോടെ ഇങ്ങനെയുള്ളവരെ ഉത്പാടയന്തി കൊത്തിപ്പിളർക്കുന്നു. ചില സമയത്ത് ചില അതിഥികൾ സമയം നോക്കാതെ നമ്മുടെ സാഹചര്യം നോക്കാതെ ഒക്കെ വന്നേക്കാം. എങ്കിൽ പോലും അവരെ വേണ്ട രീതിയിൽ സത്കരിക്കുക എന്നത് ഒരു ഗൃഹസ്ഥന്റെ കടമയാണെന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ അതിഥി എന്ന വാക്കിന് തന്നെ അർത്ഥം തിഥി നോക്കാതെ അല്ലെങ്കിൽ സമയവും സന്ദർഭവും ഒന്നും നോക്കാതെ വരുന്നവരാണ് അതിഥികൾ. നമ്മൾ വിളിച്ചു വരുത്തുന്നവരൊന്നും അതിഥികളല്ല. അവർ നമ്മളായിട്ട് വിളിച്ച് വരുത്തുന്നതാണ്. അവരെയല്ല പറയുന്നത്. അല്ലാതെ പെട്ടെന്ന് വരുന്നവരെ നമ്മൾ വേണ്ട വിധത്തിൽ പരിഗണിക്കണം, അല്ലെങ്കിൽ അവർക്കും ശിക്ഷയുണ്ട് എന്നാണ് പറയുന്നത്. ഈ ലോകത്ത് വെച്ച് നമുക്ക് ലഭിക്കുന്ന സമ്പത്തിനെ നമ്മൾ വേണ്ട വിധത്തിൽ അത് വിഭജിച്ച് പകുതി ശതമാനം നമ്മുടെ ആവശ്യങ്ങൾക്കായി എടുക്കുകയും ഇനി ചെറിയ ചെറിയ ശതമാനം ഒന്ന് ഭാവിയിലേക്കുള്ള ചെറിയൊരു സമ്പാദ്യമായിട്ട് മാറ്റിവെക്കുക, മറ്റുള്ളതൊക്കെ ദാനധർമാദികൾക്ക് കൊടുക്കേണ്ടതാണ്. അങ്ങനെ അല്ലാതെ തനിക്ക് കിട്ടുന്നതൊക്കെ നിധി കാക്കുന്ന ഭൂതത്തെ പോലെ അതങ്ങനെ പലിശയ്ക്ക് പലിശ എന്ന രീതിയിൽ പല ബാങ്കുകളിലും ഇട്ട് പെരുപ്പിക്കുന്നവർ നരകത്തിൽ പോയാൽ അതിനും കണക്ക് പറയേണ്ടി വരും എന്നാണ് പറയുന്നത്. യഹ തു ഇഹ വൈ യാതൊരുത്തനാണോ ഈ ഭൂമിയിലുള്ളപ്പോൾ ആഢ്യാഭിമതിഹി പണമുള്ളത് കൊണ്ട് ഞാൻ വലിയ ആഢ്യനാണ്, ധനാഢ്യനാണെന്ന അഭിമാനം കലരുന്ന അഹംകൃതിഹി ഗർവിക്കുകയും തിര്യപ്രേക്ഷണ അതേസമയം മറ്റുള്ളവരൊക്കെ എന്റെ ധനം മുതലാക്കാൻ എന്നെ ചൂഷണം ചെയ്യാൻ വരികയാണോ എന്ന രീതിയിൽ അവരെയൊക്കെ കുടില ദൃഷ്ടിയോടെ നോക്കുകയും സർവതഃ അഭിശങ്കി എല്ലാവരെയും ഒരു സംശയ കണ്ണോടെ നോക്കുന്നവനും ഇനി അവനവന്റെ ആവശ്യത്തിന് പോലും അർത്ഥം ചെലവാക്കുമ്പോൾ, പണം ചെലവാക്കുമ്പോൾ, അതാണ് അർത്ഥവ്യയനാശ ചിന്തയ, ഈ സമ്പത്ത് തീർന്നു പോവുകയാണല്ലോ എന്ന വിചാരത്തിൽ ഒരിക്കലും ഒരു സന്തോഷം ഇല്ലാതെ പരിശുഷ്യമാണ് ഹൃദയവദനഃ മനവും മുഖവും വാടിത്തളർന്നവനും നിർവൃതിം അനവഗതഃ ഒരു സംതൃപ്തി എന്നത് ജീവിതത്തിൽ ഒരിക്കലും ഇല്ല. എന്നാൽ പണത്തിന് ഒരു കുറവുമില്ല. ഇത് തീർന്നു പോകുന്നുവല്ലോ എന്ന ഒരേ ഒരു ആശങ്ക കൊണ്ട് ജീവിതം ആസ്വദിക്കാത്ത
അങ്ങനെ ഗ്രഹഃ ഇവ ഭൂതം പോലെ അർത്ഥം അഭിരക്ഷതി തന്റെ മുതൽ കാത്തു സൂക്ഷിക്കുന്നുവോ, സഹ അഭിച്ച അങ്ങനെയുള്ളവനാകട്ടെ തനിക്ക് ആവശ്യത്തിലും കൂടുതലുള്ള ഉത്പാദനം ധനം ശേഖരിക്കുന്നത് തെറ്റല്ല, പക്ഷേ അത് നല്ല രീതിയിൽ വിനിയോഗിക്കുകയും വേണം. അല്ലാതെ തനിക്ക് ഭാവിയിൽ ഉപയോഗിക്കാം, തൻ്റെ വരും തലമുറയ്ക്ക് ഉപയോഗിക്കാം, ഇങ്ങനെ തനിക്ക് തൻ്റെ കുടുംബത്തിന് എന്ന് മാത്രം വിചാരിച്ച് ശേഖരിക്കുമ്പോഴാണ് അത് തെറ്റായി തീരുന്നത്. അങ്ങനെ ധനം ശേഖരിക്കുകയും അതിനെ ഉത്കർഷണം പെരുപ്പിക്കുക, ബാങ്കിലിട്ടിട്ട് ഏതൊക്കെ രീതിയിൽ ഇട്ടാലാണോ കൂടുതൽ ഈ കിട്ടുന്നതിനെ കൂടുതൽ അവിടെ വെച്ചുകൊണ്ട് പെരുപ്പിക്കാൻ സാധിക്കുക, ഈ രീതിയിൽ സംരക്ഷണ ശമല ഗ്രഹ സംരക്ഷിക്കുക തുടങ്ങിയ, അതായത് സംരക്ഷിക്കുക എന്ന് വെച്ചാൽ അവനവന് വേണ്ടി മാത്രം സംരക്ഷിക്കുക, ഒരു പൈസ പോലും സാധുക്കൾക്ക് ചെലവാക്കാൻ നിൽക്കാതിരിക്കുക, അതിനുവേണ്ടി ശ്രമിക്കാതെ ഇരിക്കുക എന്നതൊരു ദുഷ്കൃതമാണ്. അങ്ങനെയുള്ള ശമലഗ്രഹ ദുഷ്കൃതത്താൽ പിടികൂടപ്പെട്ട് എന്നിട്ട് ഒരിക്കൽ പോലും സാധു സേവ ചെയ്യണം എന്ന ചിന്തയില്ലാതെ മരിച്ചു പോകുമ്പോൾ, പ്രേത്യ മരിച്ചു പോയി കഴിഞ്ഞാൽ അവൻ എത്തിപ്പെടുന്നത് സൂചിമുഖേ നരകേ, സൂചിമുഖം എന്ന നരകത്തിലാണ് നിപതതി വീഴുന്നത്. യത്രഹ ഈ നരകത്തിൽ വീണ വിത്തഗ്രഹം ധനക്കൊതി പിടിച്ച പാപപുരുഷം, ഈ പാപാത്മാവിനെ ധർമ്മരാജപുരുഷാഹ അന്തകന്റെ കിങ്കരന്മാർ വായകാഹ ഇവ തുന്നൽ പണിക്കാരെന്നതുപോലെ അംഗേഷു സർവതഃ അംഗങ്ങൾ തോറും സർവത്ര സൂത്രൈഹി പരിവയന്തി സൂചിയിൽ കോർത്ത നൂലുകൾ കൊണ്ട് തുന്നിക്കെട്ടുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നവന്റെ ശരീരം മുഴുവൻ ആ യമകിങ്കരന്മാർ തുന്നിക്കെട്ടുന്നു. അതുകൊണ്ട് ഈ നരകത്തിന് സൂചിമുഖം എന്ന പേര്. ഇത്രയും പറഞ്ഞ് നരകവർണ്ണന ഏകദേശം ഉപസംഹരിക്കുകയാണ് 37ാമത്തെ ശ്ലോകം. ഏവം വിധാഹ നരകാഹ ഇത്തരത്തിലുള്ള നരകങ്ങൾ ശതശഃ സഹസ്രശഃ 100 ആയിരക്കണക്കിനും ഉണ്ട്. യമാലയെ സന്തി യമപുരത്തിൽ ഉണ്ട്. ഹേ അവനിപതേ മഹാരാജാവേ, തേഷു സർവേഷു ച അവയിലെല്ലാറ്റിലും ഇഹ ഉദിതാഹ ഇവിടെ ഇപ്പോൾ ഞാൻ പറഞ്ഞവയും അനുദിതാഹ പ്രസ്താവിക്കപ്പെടാത്തവരും ആയിട്ടുള്ള ഏ കേചിത് അധർമ്മവർത്തിനഃ ഏതൊക്കെ അധർമ്മചാരികളുണ്ടോ തേ സർവേയേവ അവരെല്ലാവരും തന്നെ. ഇവിടെ എല്ലാ തരത്തിലുള്ള അധർമ്മത്തെക്കുറിച്ചും ഞാൻ പറഞ്ഞിട്ടില്ല, പക്ഷെ ഓർത്തുകൊള്ളൂ, ഏതൊക്കെ രീതിയിലുള്ള അധർമ്മം ഈ ഭൂമിയിൽ വെച്ച് ചെയ്തിട്ടുണ്ടോ അവരൊക്കെ അതിനനുസരിച്ചുള്ള പര്യായേണ മുറപ്രകാരം ഈ നരകങ്ങളിൽ വിശന്തി പ്രവേശിക്കുന്നതാണ്. ഇനി ധർമ്മിഷ്ഠരായ ആളുകളെ കുറിച്ച് പറയുന്നു. തഥാ ഏവ ധർമാനുവർത്തിനഃ ധർമ്മിഷ്ഠന്മാരായിട്ടുള്ള ആളുകൾ ഇതരത്ര സ്വർഗാദികൾ മുതൽ അങ്ങോട്ടുള്ള ഉന്നത ലോകങ്ങളിലേക്ക് പ്രവേശിക്കുന്നു. തേ ഇഹതു അവർ ഈ മർത്യലോകത്തിൽ തന്നെ, അവർ എന്ന് പറയുമ്പോൾ ധർമ്മിഷ്ഠരും അധർമ്മിഷ്ഠരും 2 ലോകങ്ങളിലും ചെന്നിട്ട് അധർമ്മിഷ്ഠർ നരകത്തിൽ വെച്ച് അവൻ ചെയ്ത പാപത്തിന്റെ ഒരുവിധം ദുഷ്കർമ്മ ഫലവും അനുഭവിച്ചിട്ട് ബാക്കിയുള്ളത് അനുഭവിക്കാൻ ഭൂമിയിൽ വരുന്നു. ഇനി ധർമ്മിഷ്ഠരായിട്ടുള്ള ആളുകൾ സ്വർഗാദി പുണ്യ ലോകങ്ങളിൽ ചെന്ന് ആ പുണ്യഫലത്തെ അനുഭവിച്ച് അതൊടുങ്ങുമ്പോഴും വീണ്ടും ഭൂമിയിൽ വരുന്നു. അതാണ് ഉഭയശേഷാഭ്യാം. ഈ 2 സ്ഥലത്തു നിന്നും അനുഭവിച്ചതിന്റെ ബാക്കിയുണ്ട്. ആ ബാക്കി അനുഭവിക്കാൻ ധർമാധർമ്മങ്ങൾ 2ന്റെയും അവശിഷ്ട ഫലങ്ങളോടെ പുനർഭവേ നിവിശന്തി പുനർജന്മത്തിൽ ഈ ഭൂമിയിലേക്ക് തിരിച്ചു വരുന്നതാണ്. ചെയ്ത പാപത്തിന് തുല്യമായിട്ടുള്ള ഒരു ശിക്ഷ ഭൂമിയിൽ കൊടുക്കാൻ സാധിക്കില്ല എന്നതുപോലെ അത്രയും പുണ്യം ചെയ്തവർക്കുള്ള സ്വർഗീയ സുഖം ഒരിക്കലും ഭൂമിയിൽ കിട്ടുകയില്ല. ഭൂമിയിൽ എങ്ങനെ വന്നാലും എന്തെങ്കിലുമൊക്കെ ദുഃഖങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ്
അത്രയും പുണ്യം ചെയ്തവർക്ക് സ്വർഗാദി ലോകങ്ങളിൽ ചെന്ന് ആ സുഖം അനുഭവിക്കാനുള്ള അവസരം കൊടുക്കുന്നത്. എന്നിട്ട് അതിന്റെ പുണ്യം ഒടുങ്ങുമ്പോഴാണ് ഭൂമിയിൽ വന്ന് ബാക്കി സുഖം അനുഭവിക്കുന്നത്. ഇപ്പോൾ പുനർജന്മം ഉണ്ടാകുന്ന രീതിയിലുള്ള കർമ്മങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് പറയുന്നു, ഇതൊന്നുമില്ലാതെ ഈ ഭൂമിയിൽ നിന്ന് എന്നേക്കുമായിട്ട് ആ ഈശ്വരനിലേക്ക് ലയിക്കുന്ന നിവൃത്തി ലക്ഷണ മാർഗ, അതാണ് 38-ാമത്തെ ശ്ലോകം. സർവധർമ്മ പരിത്യാഗ രൂപമായ സന്യാസയോഗത്തിന്റെ മാർഗം മുൻപ് ആദൗ ഏവ വ്യാഖ്യാത, അതൊക്കെ ദ്വിതീയ സ്കന്ധത്തിലും തൃതീയ സ്കന്ധത്തിലും ഒക്കെയായി പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ പറഞ്ഞത് മൊത്തത്തിൽ ഈ ലോകാലോകങ്ങളുടെയൊക്കെ ഒരു അണ്ഡകോശ, ബ്രഹ്മാണ്ടത്തിന്റെ ഉള്ളടക്കമാണ് ഞാൻ ഈ പറഞ്ഞത്. ഇത് ഇപ്പോൾ ഈ പറഞ്ഞ ഏതാവാൻ ഏവ, ഇത്ര മാത്രമാണ് ഉള്ളത്. യഹ ചതുർദശഥ, യാതൊന്ന് 14 ഭാഗമായിട്ട് പുരാണേഷു, പുരാണ ഗ്രന്ഥങ്ങളിൽ വികൽപ്പിത ഉപഗീയത്തെ, വിശേഷണ കൽപ്പിതമായി വർണ്ണിക്കപ്പെടുന്നു. സാക്ഷാത് മഹാപുരുഷസ്യ, ആ വിരാട് സ്വരൂപൻ തന്നെയായിരിക്കുന്ന ഭഗവതഃ നാരായണസ്യ, ഭഗവാൻ ശ്രീനാരായണന്റെ ആത്മമായ ഗുണമയം സ്വയോഗമായ ഗുണവികാരരൂപമായ സ്ഥഭിഷ്ഠം രൂപം യത്, സ്ഥൂല രൂപം യാതൊന്നാണോ അതാണ് ഈ പറഞ്ഞ ലോകങ്ങളെല്ലാം. ഇങ്ങനെ അനുവർണിതം തത്, എന്നാൽ പറയപ്പെട്ട ഇതിനെ ആദൃതഃ, ആദരവോടുകൂടി പഠതി, പഠിക്കുകയും പാരായണം ചെയ്യുകയും അതുപോലെ ശൃണോതി ശ്രാവയതി, കേൾക്കുകയും മറ്റുള്ളവരെ കേൾപ്പിക്കുകയും ചെയ്യുന്നുവോ, ശ്രദ്ധാഭക്തി വിശുദ്ധ ബുദ്ധി സഹ, ശ്രദ്ധ കൊണ്ടും ഭക്തി കൊണ്ടും നിർമ്മല ബുദ്ധിയായി ഭവിച്ച അവൻ, അഗ്രാഹ്യം അപി, ഇന്ദ്രിയങ്ങളെ കൊണ്ടൊന്നും അനുഭവിക്കാൻ സാധിക്കില്ല എങ്കിൽ പോലും, പരമാത്മനഃ ഭഗവതഃ, പരമാത്മാവായ ആ ഭഗവാന്റെ ഉപഗേയം, വേദാന്ത ശാസ്ത്ര പ്രതിപാദ്യമായ ആ സച്ചിത് സ്വരൂപത്തെ, വേദാന്ത ശാസ്ത്രങ്ങളൊക്കെ പാടിപ്പുകഴ്ത്തിയ ആ സച്ചിദാനന്ദ സ്വരൂപത്തെ അവന് അനുഭവിക്കാൻ സാധിക്കുന്നു. അതാണ് വേദ, അവൻ അറിയാൻ സാധിക്കുന്നു. അത് ഭഗവാന്റെ ഒരു അനുഗ്രഹം കൊണ്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ കാണാവുന്ന പ്രപഞ്ചം മുഴുവനും ഈശ്വരൻ തന്നെയാണെന്ന് ആര് മനസ്സിൽ ഉറപ്പിക്കുന്നുവോ, ആ രീതിയിൽ ഈ ലോകത്തെ ഈശ്വരനായി കാണാൻ ആർക്ക് സാധിക്കുന്നുവോ അവനിൽ ആ ഭഗവാൻ പ്രസാദിച്ച് ഇന്ദ്രിയഗ്രാഹ്യമല്ലെങ്കിലും തൻ്റെ അനുഭവത്തെ, താനെന്ന സത്യത്തെ അനുഭവിക്കാനുള്ള ഒരു അനുഗ്രഹത്തെ ഭഗവാൻ കൊടുക്കുന്നു. അപ്പോൾ ആദ്യം നമ്മൾ നമ്മുടെ മുന്നിൽ കാണുന്ന ഈ ലോകത്തെ ഈശ്വരനായി കണ്ടു ശീലിക്കുക. ഈ ലോകത്തെയും ഈ ലോകത്തിലുള്ള എല്ലാ ജീവാത്മാക്കളിലും എല്ലാ മനുഷ്യരിലും മൃഗങ്ങളിലും ഒക്കെയുള്ള ആ സൂക്ഷ്മ രൂപിയായിട്ടുള്ള ജീവാത്മാവും ഈശ്വരനാണെന്ന് കണ്ട് അങ്ങനെ നമ്മൾ നമ്മുടെ മനസ്സിനെ ഉയർത്തിക്കൊണ്ടുവരണം എന്നാണ് 39-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഭഗവതഃ, ആ ഭഗവാന്റെ സ്ഥൂലം സൂക്ഷ്മം രൂപം, സ്ഥൂലമായതും സൂക്ഷ്മമായതുമായ രൂപത്തെ യഥാ വേണ്ട പ്രകാരത്തിൽ ശ്രുത്വ, കേട്ട് ധരിച്ച്, മാത്രമല്ല അതിനെക്കുറിച്ച് മനനം ചെയ്യുക. മനനം ചെയ്ത് യതി, മനസ്സംയമനം പാലിച്ചുകൊണ്ട് മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്ന ആ മനുഷ്യന് സ്ഥൂല രൂപത്തിൽ നിർജിതം, ഉറച്ചു കഴിഞ്ഞ ആത്മാനം, മനസ്സിനെ ശനൈഹി, സാവകാശത്തിൽ ധിയ, ബുദ്ധി കൊണ്ട് സൂക്ഷ്മം നയേത്ത്, സൂക്ഷ്മരൂപത്തിലേക്ക് അങ്ങനെ നയിക്കണം, അല്ലെങ്കിൽ അങ്ങനെ നയിക്കാൻ സാധിക്കുമെന്നാണ്. ആദ്യം സ്ഥൂലത്തിൽ ഈശ്വരനെ കണ്ട് ശീലിക്കുക. അതിനാണ് ഈ ലോകാലോകങ്ങൾ മുഴുവനും ആ ഭഗവാൻ തന്നെയാണെന്ന് വർണ്ണിച്ചത്. അപ്പോൾ ഈ രീതിയിൽ മാത്രമാണ് നമുക്ക് ഈശ്വരനിലേക്ക് സൂക്ഷ്മതരമായിട്ടുള്ള ഈശ്വരനെ അറിയാൻ സാധിക്കുകയുള്ളൂ. ഇതാണ് ഇതിൻ്റെ ഒരു ക്രമം എന്ന് പറയുകയാണ്. അപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്ന രീതിയിൽ ഈ ഒരു അധ്യായം ഉപസംഹരിക്കുന്നു. ഒപ്പം പഞ്ചമസ്കന്ധവും അവസാനിക്കുന്നു. 40-ാമത്തെ ശ്ലോകം. ഹേ നൃപ, അല്ലയോ രാജാവേ,
സകല ജീവ നികായധാമ, സമസ്ത ജീവരാശികളുടെ ഇരിപ്പിടവും അദ്ഭുതം ആശ്ചര്യകരവുമായ ഈശ്വരസ്യ ആ ഭഗവാന്റെ സ്ഥൂലം വപുഹു സ്ഥൂല ശരീരമാകുന്ന ഭൂദ്വീപ വർഷ സരിത് അദ്രി നഭഃ സമുദ്ര പാതാള ദിക് നരക ഭാഗണ ലോക സംസ്ഥാ, ഭൂമി, അതിലെ ദ്വീപുകൾ, വർഷങ്ങൾ, നദികൾ, സമുദ്രങ്ങൾ, പിന്നീട് പറഞ്ഞു അന്തരീക്ഷം, പാതാളം, ദിക്കുകൾ, നരകങ്ങൾ, നക്ഷത്രരാശികൾ, ഇങ്ങനെ ഇതെല്ലാം അടങ്ങിയ ലോകത്തിന്റെ അവസ്ഥിതി മയാ എന്നാൽ തവ അങ്ങേക്ക് ഗീത ചൊല്ലിത്തരപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ ഞാൻ പറഞ്ഞു തന്ന ഈ ലോകാലോകങ്ങളെ കുറിച്ച് അങ്ങ് മനനം ചെയ്യുക. ഇതെല്ലാം ആ ഈശ്വരന്റെ വാസസ്ഥാനമാണെന്ന് മനസ്സിൽ പറഞ്ഞുറപ്പിക്കുക. അങ്ങനെ ഈശ്വരനെ ചുറ്റിലും കാണാൻ മനസ്സിനെ പരിശീലിപ്പിക്കുക. പിന്നീട് എല്ലാ ജീവാത്മാക്കളായിട്ടും എൻ്റെ മുന്നിൽ ഇരിക്കുന്നത്, നടക്കുന്നത്, നിൽക്കുന്നത്, ഞാൻ കാണുന്നതെല്ലാം ആ ഈശ്വരന്റെ വിവിധ രൂപങ്ങളാണ്, ഭാവങ്ങളാണെന്ന് എല്ലാ പക്ഷി മൃഗാദികളെയും മനുഷ്യരെയും കാണുമ്പോൾ ഓർക്കുക. അങ്ങനെ കുറച്ചുകൂടെ സൂക്ഷ്മത്തിലേക്ക് മനസ്സിനെ കൊണ്ടുപോവുക. അങ്ങനെ പതുക്കെ പതുക്കെ ആ ഈശ്വരനെ അറിയാൻ സാധിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു അധ്യായം അവസാനിക്കുന്നു. ഇതി ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം പഞ്ചമസ്കന്ധേ നരകാനുവർണ്ണനം നാമ ഷഡ്വിംശതിതമോ അധ്യായഃ. സമാപ്തോയം പഞ്ചമസ്കന്ധഃ. ഈ നരകവർണ്ണനയൊക്കെ കേട്ട് പലരും പേടിച്ചിരിക്കുകയാണ്. കാരണം ഇതിൽ പറഞ്ഞ ഏതെങ്കിലും ഒരു തെറ്റെങ്കിലും ചെയ്യാത്ത മനുഷ്യരില്ല. എന്നാൽ പേടിക്കേണ്ടതില്ല. കാരണം എന്താണെന്ന് അടുത്ത സ്കന്ധം മുതൽ നമുക്ക് കേൾക്കാവുന്നതാണ്. അതാണ് പ്രശസ്തമായ അജാമിള ചരിതം. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എങ്കിലും വിശദമായിട്ട് ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്ന അജാമിള ചരിത്രമാണ് അടുത്ത 6ാമത്തെ സ്കന്ധത്തിലെ ആദ്യത്തെ അധ്യായത്തിൽ പറയുന്നത്. അതിൽ പറയുന്നുണ്ട്, എന്തൊക്കെ പാപം ചെയ്താലും എന്ന് മുതൽ നിങ്ങൾ അത് തിരിച്ചറിയുന്നുവോ അന്ന് മുതൽ പ്രായശ്ചിത്തത്തോടെ മനസ്സിൽ ആ ഒരു പാപം ചെയ്തു പോയല്ലോ എന്ന ചിന്തയോടെ ഒരു നിമിഷമെങ്കിലും ഭഗവാനെ ഒന്ന് സ്മരിച്ചാൽ മതി. പിന്നീട് ഒരു കിങ്കരനും, യമധർമ്മ കിങ്കരനും നിങ്ങളെ തൊടുന്നതല്ല. ഈ ഒരു ഉറപ്പ് തരുന്ന അജാമിള ചരിതമാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. കാത്തിരിക്കുക. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.